നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം പ്രഥമസ്കന്ധത്തിൽ പ്രഥമ അധ്യായത്തിൽ പ്രഥമ ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞു വരികയായിരുന്നു ഇന്നലെ. അപ്പോൾ അതിൽ ഈ ഈശ്വരനെ ഞങ്ങൾ ധ്യാനിക്കണം എന്ന് പറഞ്ഞുറപ്പിച്ചു. സർവത്തിനും മൂലകാരണവും അധിഷ്ഠാനവുമായ ബ്രഹ്മത്തിൻ്റെ ലക്ഷണമാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ പ്രതിപാദിച്ചതെന്ന് പറഞ്ഞതിന് ശേഷം പറയണ്ടായി, ഏതാണ് സത്യവസ്തു എന്ന് പറയാൻ ബ്രഹ്മം മാത്രമാണ്. ആ സത്യവസ്തു സൽഭാവത്തെ ജന്മാദിസ്യ യഥോന്യയാദിതരതശ്ചാർത്തേഷു എന്ന വാക്യത്താൽ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയിട്ടുള്ളത്. അതിൻ്റെ ശേഷം എന്താണ്, ഇതൊരു 3-4 ദിവസം ഉണ്ടാവും ഈ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥ വിന്യാസം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ അത് 2-ാം ദിവസമാണ് ആദ്യത്തെ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൻ്റെ ആദ്യ സ്കന്ധത്തിൽ കേട്ടോ. അപ്പോൾ വാസ്തവത്തിൽ എന്താ വാസ്തവം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ചരാചരാത്മകമായ സമഷ്ടി ലോകം, ചരാചരാത്മകം എന്ന് പറഞ്ഞാൽ ചരിക്കുന്നതും ചരിക്കാത്തതുമായ സമഷ്ടി എന്ന് പറഞ്ഞാൽ ആസ് എ ഹോൾ, എല്ലാം കൂടി, അതായത് ഈ മിൽക്കി വേസ് എല്ലാം കൂടിയിട്ട് വിരാട് സ്വരൂപം എന്ന് അർത്ഥം പറയണം. നേരെ മറിച്ച് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇത് സമഷ്ടി ആവുമ്പോൾ പേര് മറന്നുല്ലോ, സമഷ്ടി വെഷ്ടി എന്നാണ് പറയുക. അതായത് ഒരു ന്യൂക്ലിയർ ഫോം. ഈ സൗരയൂഥത്തിൻ്റെ അല്ലെങ്കിൽ വിരാട് സ്വരൂപത്തിൻ്റെ വെഷ്ടി രൂപമാണ് നമ്മുടെ ശരീരം. മറ്റത് സമഷ്ടി സദ്യ എന്ന് പറഞ്ഞാൽ 64 തരം. ഇപ്പോൾ ഈ 6 മുള വെള്ളത്തേക്ക് സമഷ്ടി സദ്യ എന്ന് പറയും, മനസ്സിലായില്ലേ? അപ്പോൾ സമഷ്ടി ലോകവും അതിലടങ്ങിയിരിക്കുന്ന വ്യഷ്ടി ശരീരങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. വ്യഷ്ടി ശരീരങ്ങളും നമ്മളെപ്പോലുള്ള വ്യഷ്ടി ശരീരങ്ങളും കാണപ്പെടുവാൻ കഴിയത്തക്ക നിലയിൽ പ്രകാശിക്കുന്ന ബ്രഹ്മത്തിൻ്റെ സ്ഥൂലരൂപമാണ്. അപ്പോൾ ഈ വ്യഷ്ടികളെ പ്രകാശിപ്പിക്കുന്നതാരാ? നമുക്ക് കാഴ്ച തരുന്നതാരാ? കണ്ണല്ല, കണ്ണിൻ്റെ പിന്നിലുള്ള ചൈതന്യമാണ്. ആ ചൈതന്യത്തിനെയാണ് കോൺഷ്യസ്നെസ് എന്ന് പറയും. അതാണ് ഈ ആത്മാവ്. ഇപ്പോൾ ഈ നാസ്തികർക്കൊന്നും ഇത് മനസ്സിലാക്കിയിട്ടല്ല അവർ പറഞ്ഞത്, പ്രശ്നമില്ല, നാസ്തികരില്ല. അപ്പോൾ വ്യഷ്ടി ശരീരം കാണപ്പെടുവാൻ കഴിയത്തക്ക നിലയിൽ പ്രകാശിക്കുന്ന ബ്രഹ്മത്തിൻ്റെ സ്ഥൂല സ്വരൂപമാണ്. സൂക്ഷ്മസ്വരൂപം ഓരോ വ്യക്തിയിലും ജ്ഞാനരൂപേണ, അതായത് ഈ ശരീരം വ്യഷ്ടി ആണെന്ന് പറഞ്ഞല്ലോ, എന്നാൽ സ്ഥൂലരൂപമാണെന്ന് പറഞ്ഞു. സ്ഥൂലരൂപം എന്ന് പറഞ്ഞാൽ എന്താ? കാണാൻ സാധിക്കണത്, തൊട്ടു നോക്കാൻ സാധിക്കണത്. എന്നാൽ സൂക്ഷ്മസ്വരൂപം എന്ന് പറഞ്ഞാലോ കാണാൻ പറ്റില്ല, അനുഭവിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ചൈതന്യം വ്യഷ്ടി രൂപത്തിൽ ഇരിക്കുന്നുണ്ട്, സൂക്ഷ്മരൂപത്തിൽ. അപ്പോൾ പ്രവർത്തികളിൽ സൂക്ഷ്മസ്വരൂപം ഓരോരോ വ്യക്തിയിലും ജ്ഞാനരൂപേണ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഏത് രൂപത്തിലാണ്? അറിവാകുന്ന രൂപത്തിൽ. ഈ അറിവാകുന്ന രൂപം അറിയാണ്ട് നമ്മൾ 51 അടി അല്ലെങ്കിൽ 501 അടി ഉയരമുള്ള ഹനുമാനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് സത്യത്തിൽ കാശുണ്ടാക്കാനാണ്, ഭക്തി ഉണ്ടാക്കാനല്ല. ഭക്തി ഉണ്ടാക്കാനാണെങ്കിൽ ഇത് ധാരാളം പുസ്തകങ്ങൾ അതാത് മദർ ടങ്കിൽ അടിച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇത് മനസ്സിലാക്കണില്ല. മനസ്സിലാക്കിക്കാൻ ശ്രമിക്കണവരെ ആൾക്കാരെ ഒറ്റപ്പെടുത്തും ചെയ്യണം. അതുകൊണ്ട് അവർക്കല്ല പാപം, ആരാണോ ഒറ്റപ്പെടുത്തുന്നത് അവർക്കാണ് പാപം. അപ്പോൾ ജ്ഞാനരൂപേണ പ്രവർത്തികളിൽ ഏർപ്പെടുത്തുന്നതായിട്ട് അന്തർഭാഗത്തിലിരിക്കുന്നു. ഈ അന്തർഭാഗത്തിലിരിക്കണമെന്ന് പറയുന്നതാണ് അന്തര്യാമി എന്ന് പറയാം. അകത്തിരിക്കുന്നവൻ അന്തര്യാമി. ഈ നമ്പൂതിരിമാർ പറയും അകത്തുള്ള ആൾ എന്ന് പറഞ്ഞാൽ അവർ പുറത്തു വരില്ല, സ്ത്രീകൾ ഒരു കാലത്തെ, ഇപ്പോഴത്തല്ല. അപ്പോൾ അന്തർഭാഗത്തിലിരിക്കണം. അപ്പം നമ്മുടെ ഉള്ളിൽ ദൈവം എവിടെ ഇരിക്കണത്? അന്തർഭാഗത്ത്. ആ അന്തർഭാഗത്തിരിക്കുന്ന ഭഗവാന്റെ ചൈതന്യമാണ് ഈ പുറമെ കാണുന്ന വസ്തുക്കളെ നമ്മൾക്ക് കാട്ടിത്തരുന്നത്. ഈ അന്തര്യാമിയായിരിക്കുന്ന ചൈതന്യം പുറത്തേക്ക് ഇറങ്ങിയാലോ
നമുക്കൊന്നും കാണാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനാൽ ബ്രഹ്മസ്വരൂപമായിട്ട് ലോകത്തെ കാണണം. ഈ ലോകം ബ്രഹ്മസ്വരൂപമാണ്. അതുകൊണ്ട് അതിനെ ഹനിക്കരുത്. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അതിനെ വികൃതമാക്കരുത്. അതിനെ വികൃതമാക്കുമ്പോൾ പ്രകൃതി റിട്ടാലിയേറ്റ് ചെയ്യുക, പ്രകൃതി പ്രതികരിക്കുക. അതാണ് ഈ ഉരുൾപൊട്ടലും ഭൂമികുലുക്കും ഒക്കെ. മനസ്സിലല്ലേ? അപ്പോൾ അതിനാൽ ബ്രഹ്മസ്വരൂപമായിട്ട് ലോകത്തെ കാണണം. അതാണ് ശരിയായ കാഴ്ച എന്ന് അർത്ഥേഷു അർത്ഥേഷു എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങളിൽ നഷ്ടം പറയണം. അവിടെ സമ്പത്ത് എന്നല്ല, പദാർത്ഥങ്ങളിൽ അന്വയാത് അനിസ്യൂതമായ സ്ഥിതി കൊണ്ടും. അനിസ്യൂതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ന്യൂനമില്ലാത്തത്, കണ്ടിന്യൂട്ട്, എണ്ണധാര പോലെ എന്നൊക്കെ പറയും. ഉപധാര കാരണമായിട്ടും ഉപാദാന കാരണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തു ഉണ്ടാക്കാൻ ഏതൊരു വസ്തു ഉപയോഗിക്കണോ അതിനെയാണ് ഉപദാന കാരണം എന്ന് പറയാം. അപ്പോൾ ഇതരതച്ച എന്ന് പറഞ്ഞാൽ നിമിത്ത കാരണമായിട്ടും ഇരിക്കുന്നത് യാതൊന്നോ അതാണ് ബ്രഹ്മം. അപ്പോൾ ഈ ആത്മാവില്ലെങ്കിൽ ഈ ശരീരത്തിന് മൂടിയില്ല. ശരീരത്തിന് മൂടി ഉണ്ട് എന്ന് തോന്നുന്നത് ആത്മാവിൻ്റെ ചൈതന്യമാണ്, ഈശ്വര ചൈതന്യമാണ്. അതാണ് ബ്രഹ്മം എന്ന് പറയപ്പെടുന്ന സത്യവസ്തു എന്ന് ഉറപ്പിച്ചിരിക്കുന്നു. കാര്യദ്രവ്യം, ഈ ശരീരത്തിൻ്റെ കാര്യദ്രവ്യം എന്താ? ആത്മാവ്. കാരണദ്രവ്യത്തിൽ നിന്ന് ഭിന്നമല്ലെന്ന്, അതായത് കാര്യവും കാരണവും ഒന്നാണെന്ന് ഭിന്നമല്ലെന്ന് ലോകത്തിൽ കാണപ്പെടുന്ന അനുഭവമാണ്. വസ്ത്രത്തിന് നൂലും ആഭരണത്തിന് സ്വർണം വെള്ളി എന്താ വെച്ചാൽ അത് ഉപദാന കാരണം. ആ കാരണദ്രവ്യം തന്നെയാകുന്നു വസ്ത്രവും ആഭരണവും. അപ്പോൾ വസ്ത്രത്തിൽ നിന്ന് ഭിന്നമാണോ പരുത്തി? അല്ല. പക്ഷെ പരുത്തിയുടെ രൂപത്തിലല്ലല്ലോ, നൂലിൻ്റെ രൂപത്തിലാണ്. അതേമാതിരി ആഭരണത്തിൻ്റെ മൂലകാരണം എന്താ? സ്വർണം അല്ലെങ്കിൽ വെള്ളി അല്ലെങ്കിൽ പിച്ചള, വാട്ടെവർ ഇറ്റ് ഈസ്, അല്ലേ? അപ്പോൾ വസ്ത്രവും ആഭരണവും, വസ്ത്രാഭരണാദികളെ ഉണ്ടാക്കുന്ന ചാലിയൻ, തട്ടാൻ, ഇവരാണ് നിമിത്ത കാരണം, ഇല്ലേ? ചാലിയൻ എന്ന് പറഞ്ഞാൽ നെയ്ത്തുകാരെന്നർത്ഥം. അപ്പം നെയ്ത്തുകാരില്ലാതെ കണ്ട്, അല്ലേ, വസ്ത്രം ഉണ്ടാവില്ല. അതേമാതിരി തട്ടാനില്ലാതെ കണ്ട് ആരുണ്ടാവില്ല? ആഭരണങ്ങൾ ഉണ്ടാവില്ല. ലോകത്തിൽ കാര്യദ്രവ്യങ്ങളുടെ നിമിത്ത കാരണവും ഉപദാന കാരണവും ഭിന്നങ്ങളായി കാണപ്പെടുന്നുണ്ട്. ഓക്കെ. ലോകത്തിൽ രചനയ്ക്ക് ഉപയോഗിക്കപ്പെടുത്തിയിരിക്കുന്ന മഹത്താദി തത്വങ്ങളും നിർമ്മാതാവും ഭിന്നങ്ങളല്ല. നിർമ്മാതാവ്, അതായത് ഈ ചാലിയൻ, ഈ നെയ്ത്തുകാരൻ അല്ലെങ്കിൽ തട്ടാൻ എന്ന് പറയുന്ന വ്യക്തി ഇൻ്റലിജൻ്റ് അല്ലെങ്കിൽ നെയ്യാനും സ്വർണ്ണപ്പണിയും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ ഇൻ്റലിജൻസിനാണ് ഇവിടെ രചനയ്ക്ക് ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന മഹതാദി തത്വങ്ങളില്ലെങ്കിൽ എങ്ങനെ? നമ്മൾക്ക് എത്ര ഇറക്കമുള്ള കാശിമാല വേണം, നമ്മൾക്ക് എത്ര ഇറക്കമുള്ള മണിമാല വേണം, അത് നമ്മൾ കാശ് കൊടുക്കണം. നമ്മളാണെങ്കിലും ഈ സ്വർണ്ണപ്പണിക്കാരനല്ലേ പറഞ്ഞത്, ആ സ്വർണ്ണപ്പണിക്കാരൻ്റെ ഇൻ്റലിജൻസിനല്ലേ നമ്മൾ കാശ് കൊടുക്കേണ്ടത്. പക്ഷേ ഇന്ന് നമ്മൾ കച്ചവടക്കാർക്കാണ് കൊടുക്കണത്. മറ്റവർക്ക് കൂലി മാത്രമേ കിട്ടുന്നുള്ളൂ. എത്ര വലിയ പട്ടുപ്പുടവയാണെങ്കിലും നമ്മൾ പറയുന്ന ഡിസൈനിൽ ഉണ്ടാക്കി തരുന്നത് ആരാ? നെയ്ത്തുകാരൻ. അപ്പോൾ നെയ്ത്തുകാരനല്ലേ അതിൻ്റെ ശരിക്കുള്ള റേറ്റ് കിട്ടേണ്ടത്? അത് കിട്ടണില്ലല്ലോ. അവിടെയാണ് ഈ വ്യവഹാരത്തിൻ്റെ അപാകത എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഇതാണ് ഈശ്വര സൃഷ്ടിയായ ലോകത്തിനും മനുഷ്യനിർമ്മിതങ്ങളായ കാര്യദ്രവ്യങ്ങൾക്കും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഭക്തിയല്ല, ഇത് ശാസ്ത്രമാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഭക്തി എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ കാര്യങ്ങളെ അനുസന്ധാനം ചെയ്യാനുള്ള കഴിവിനെയാണ് ഭക്തി എന്ന് പറഞ്ഞത്. ശ്രദ്ധയാണ് ഭക്തി. അപ്പോൾ ഉപദാനദ്രവ്യം യാതൊന്നോ അതുതന്നെയാണ് കാര്യദ്രവ്യം എന്നതിൽ വ്യത്യാസമില്ല. ഈ ന്യായപ്രകാരം, ഇതൊരു റൂളാണ്, ന്യായപ്രകാരം എന്നാണ് പറഞ്ഞുള്ളത്. വസ്ത്രത്തെ നൂലായിട്ടും ആഭരണത്തെ സ്വർണമായിട്ടും കാണുന്നത് പോലെ ലോകത്തെ ബ്രഹ്മസ്വരൂപമായിട്ടും കാണുന്നുവെങ്കിൽ അതിനെ സത്യദർശനം എന്ന് പറയുന്നു. ഞാൻ സത്യദർശനവാദിയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ സത്യദർശനവാദിയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാം കാണപ്പെടുന്ന
ഈ ലോകത്തെ ബ്രഹ്മത്തിൻ്റെ സ്വരൂപമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയോ? നിങ്ങൾ സത്യദർശനവാദിയാണ്, അല്ലെങ്കിൽ സത്യദർശനവാദിയല്ല. എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് ഒരു മലയുടെ ഉച്ചിയിൽ ഒരു റിസർവോയർ ഉണ്ടാക്കി അത് മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സത്യവാദിയല്ല. ഇതിലും മീതായി എനിക്ക് ഉദാഹരണം പറയാൻ പറ്റില്ല. അപ്പോൾ വസ്ത്രാഭരണങ്ങളെ നൂലായിട്ടും സ്വർണമായിട്ടും കാണുക എന്ന് വെച്ചാൽ നാമരൂപങ്ങളെ ഉപേക്ഷിക്കുക എന്ന് സാരം. നോക്കൂ, സ്വർണം കൊണ്ട് എന്താഭരണം ഉണ്ടാക്കിയാലും, വസ്ത്രം കൊണ്ട് ഈ തുണി കൊണ്ട് ഏത് വസ്ത്രം ഉണ്ടാക്കിയാലും ആ നാമവും രൂപവും നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ നാമവും രൂപവും ഇല്ലെങ്കിൽ ബാക്കിയാവണത് എന്താ? ആഭരണത്തിൽ സ്വർണം. അതാണ് അതിൻ്റെ മൂലകാരണം. അതേമാതിരി വസ്ത്രത്തിലെ പഞ്ഞി അല്ലെങ്കിൽ പരുത്തി. അതേപോലെ കാണപ്പെടുന്ന ലോകത്തിൻ്റെ എന്താണ് പറയുക, ബേസ് എന്താണ്? ഇൻ്റലിജൻസ്. എന്ത് ഇൻ്റലിജൻസ്? ദൈവികമായ ഇൻ്റലിജൻസ്. അപ്പോൾ ബ്രഹ്മത്തിനെ അനുസന്ധാനം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കുന്നുകളും മലകളും പാടങ്ങളും തോടുകളും സംരക്ഷിച്ച് വരിക എന്നല്ലാതെ കൊണ്ട് അത് കല്ലിട്ട് നിരത്തലല്ല. അപ്പോൾ നാമരൂപങ്ങളെ ഉപേക്ഷിച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ഹാളിൽ 100 ആളിരിക്കുന്നുണ്ട്. ആ 100 ആൾക്കും പല പേരുകളാണ്. ഇനി ചിലപ്പോൾ 1-2 ആൾക്കാർക്ക് ഒരേ പേരുണ്ടായിന്ന് വരും. അപ്പോൾ അവിടെ ഒരു വക്താവ് അവരെ അഡ്രസ്സ് ചെയ്യാണ്, സഹോദരീ സഹോദരന്മാരെ. അപ്പോൾ ഈ നാമുണ്ടോ അവിടെ? ഇല്ല. വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് രൂപമില്ല. എല്ലാവരും ആരായി മാറി? സഹോദരന്മാരും സഹോദരിമാരുമായി. പ്രായത്തിൽ മൂത്തവരെ ഏട്ടനായി, പ്രായത്തിൽ കവിഞ്ഞ താഴെയുള്ളവരെ അനിയനായി. കാരണം സഹോദരനാണ്. ഈ ഒരു വ്യത്യാസം. ഇനി സഹോദരി സഹോദരന്മാരെ എന്നും വിളിച്ചില്ല, ഹേ സജ്ജനങ്ങളെ എന്ന് വിളിച്ചു വിചാരിക്കാം. എന്തായി? ആണെന്നും പെണ്ണൊന്നും വ്യത്യാസമില്ല, എല്ലാവരും സജ്ജനങ്ങളാണ്. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവുണ്ട്. അതിലൊരാൾ ജീവൻ പോയിരുന്നാൽ നമുക്ക് പറ്റുമോ? എടുത്ത് പുറത്തേക്കാക്കില്ലേ? അപ്പോൾ ജീവനുള്ളവരുടെ ഒപ്പം ജീവനില്ലാത്ത ഒരാൾ ഇരിക്കാൻ പറ്റില്ല. അതേപോലെ നാമരൂപങ്ങളെ ഉപേക്ഷിക്കുക എന്ന് സാരം. നാമരൂപങ്ങൾ നൂലിലും സ്വർണത്തിലും കൽപ്പിക്കപ്പെട്ടവയാണ്. വികാരം മാത്രമാണ് അവയുടെ സ്വരൂപം. ഒരു വസ്തുവിന് വികാരം സംഭവിക്കലാണ്, സ്വർണത്തിന് വികാരം സംഭവിക്കലാണെന്ത്? ആഭരണം. കമ്മലായിട്ടും കടുക്കനായിട്ടും മൂക്കുത്തിയായിട്ടും ചങ്ങലയായിട്ടും മാറുന്നത് സ്വർണ്ണമാണ്. അപ്പോൾ സത്യത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ? സ്വർണം. ഇപ്പം ചിലവർ വിചാരിക്കുന്നുണ്ടാവും, ഒന്നല്ലെങ്കിൽ ഇത് അത്ഭുതം എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ഇതൊന്നും ശരിയല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാവും ഭൂരിഭാഗം. കാരണം എന്താ? അറിവിൻ്റെ ഭാവതലത്തിൻ്റെ കമ്മി. അപ്പോൾ അതിനാൽ അവയ്ക്ക് നാശമുണ്ട്. ഏതിന്? ഈ വികാരത്തിന് നാശമുണ്ട്. ബലൂണ് കാറ്റ് നിറയ്ക്കുമ്പോൾ പൊട്ടും, വലുതാവും. കൂടുതൽ കാറ്റായാലോ, അതിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിലോ, എവിടെയാണ് കൂടുതൽ സെൻസിറ്റീവ് അവിടെ പൊട്ടും. അപ്പോൾ അവയ്ക്ക് നാശമുണ്ട്, കാരണദ്രവ്യത്തിനോ നാശമില്ല. സത്യമാണ്. ഇതുപോലെ വ്യഷ്ടി ശരീരവും ലോകവും വികാരാത്മകമായ നാമരൂപങ്ങളുടെ സമുദായമാണ്. കൂട്ടം. സമുദായം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൂട്ടം. അപ്പോൾ അവ നശിക്കും. ഏത്? വികാരം കൊണ്ട ശരീരം. ഒരു തുള്ളി പുരുഷ ബീജത്തിൻ്റെ വികാരമാണ് ഈ കാണുന്ന ശരീരം. അത് തുടക്കത്തിൽ ഇങ്ങനെയായിരുന്നു? അല്ല, ബാലാവസ്ഥയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൗമാരാവസ്ഥയായി, അത് കഴിഞ്ഞ് യൗവനാവസ്ഥയായി, അത് കഴിഞ്ഞ് വൃദ്ധാവസ്ഥയാണ്. ഇനി എപ്പോഴത് പൊട്ടിപ്പോകാതെ അറിയില്ല.
അപ്പോൾ വികാരം കൊള്ളരുത്, വിചാരം കൊള്ളണം. അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, കുട്ടികൾ ഒക്കെ വികാരത്തിന് അടിമയായിട്ട് മരിക്കും. ശരീരത്തിൻ്റെ വികാരം മരണത്തിലാണ് അവസാനിക്കുക. എന്നാൽ കാരണം രണ്ടും നിമിത്തവും ഉപദാനവും ബ്രഹ്മമാണ്, അതിന് നാശമില്ല എന്ന ബോധം യാതെന്നോ അതാണ് ശരിയായ അറിവ്. ശരിയായ അറിവ് ടാർഗറ്റ് വെച്ച് കാശുണ്ടാക്കലല്ല. ശരിയായ അറിവ് എന്താണ്? ബ്രഹ്മം എന്താണെന്ന് അറിയാം. അതാണ് ശരിയായ അറിവ്. അതായത് നാശമില്ലാത്ത വസ്തു ഈശ്വരനാണ് എന്നുള്ള അറിവാണ് ശരിയായ അറിവ്. അതാണ് വേദം. ഈ ബോധം പല കാരണങ്ങൾ നിമിത്തം ഏവർക്കും ഒരുപോലെ ശരിക്കുണ്ടാവുന്നില്ല. ശരിയല്ലേ? വളർന്നു വന്ന സാഹചര്യം, മനസ്സിലാക്കാനുള്ള കഴിവിൻ്റെ അഭാവം. അതുകൊണ്ട് ദേഹ ഇന്ദ്രിയാദികളെ സത്യമെന്ന് കരുതുന്നു. അത് തെറ്റ്. ശരീരവും ഇന്ദ്രിയങ്ങളും അല്ല ആത്മാവ്, ഈ തേജസ്സാണ്. വാസ്തവമായ ബ്രഹ്മത്തെ കാണുന്നതുമില്ല. വാസ്തവമായ ബ്രഹ്മത്തെ കാണാൻ പറ്റില്ല. കാരണം എന്താ? നിരാകാരനാണ് ബ്രഹ്മം. നമ്മൾ ഹനുമാന് വടമാല ചാർത്തി, അല്ലെങ്കിൽ വെറ്റിലമാല ചാർത്തി, അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് കളഭം ചാർത്തി, ചന്ദനം ചാർത്തി, അതൊക്കെ സഗുണമാണ്. അതൊക്കെ നശിക്കേണ്ടതാണ്. അതിലല്ല ഭ്രമിക്കേണ്ടത്. കെട്ടുകാഴ്ചയിലല്ല ഭ്രമിക്കേണ്ടത്. ഇപ്പോൾ സനാതനധർമ്മത്തിൽ നന്ദികേശ്വരൻ എന്ന് പറഞ്ഞാൽ കാളാന്നർത്ഥം. കാള എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ പ്രതിരൂപമാണ്. അപ്പോൾ വേകുന്ന സന്ധ്യാസമയത്ത്, ത്രിസന്ധ്യാസമയത്ത് പരമശിവൻ പാർവതി സമേതനായി സുബ്രഹ്മണ്യ സ്വാമിയോടും അതേമാതിരി ഗണപതിയോടും കൂടി ഏതൊക്കെ വീട്ടിൽ ആണ് നാമം ചെല്ലണത് എന്ന് വന്ന് നോക്കുന്നൊക്കെ ഒരു ഐതിഹ്യമുണ്ട്. അതിൻ്റെ അർത്ഥം എന്തേ ഉള്ളൂ? ധർമ്മത്തിനെ നമ്മൾ മാനിക്കണം. അപ്പോൾ നാമം ചെല്ലുക എന്നുള്ളത് നമ്മൾ ധാർമ്മികമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തിനാണ് നാമം ചെല്ലണത്? നാമിയുടെ ഗുണഗണങ്ങൾ നമ്മൾ ഉണ്ടാവണം. അത് പെൻഡ്രൈവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, അവരവർ ചെല്ലണം. അപ്പോൾ ഇവിടെ പറഞ്ഞു, അതുകൊണ്ട് ദേഹേന്ദ്രിയാദികളെ സത്യമെന്ന് കരുതുന്നു, വാസ്തവമായ ബ്രഹ്മത്തെ കാണുന്നതുമില്ല. ഇതിനെ ഭ്രാന്തിജ്ഞാനം എന്ന് പറയുന്നു. അതിൽ കോമൺ എന്താ? ജ്ഞാനം എന്നുണ്ട്. പക്ഷെ ഭ്രാന്തിജ്ഞാനം, മായ, ഭ്രാന്തി, അതായത് എന്തോ ഇളകണുണ്ടെന്ന് തോന്നും, അല്ലെങ്കിൽ എന്തിനോ ഒരു ആവരണം ഉണ്ടെന്ന് തോന്നും, ഇല്ലേ? അപ്പോൾ ഈ തെറ്റായ ബോധത്തെ സ്പഷ്ടമാക്കുവാനാണ് തേജോവാരിമൃതാം യഥാവിനിമയോ, തേജോവാരിമൃതാം യഥാവിനിമയോ എന്ന ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നത്. സൂര്യരശ്മി തട്ടി ചൂട് അധികരിച്ച മണലിൽ നിന്ന് പൊങ്ങുന്ന ആവിയെ ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളമാണെന്ന് തോന്നും. അന്ധകാരമുള്ളപ്പോൾ ജലത്തെ സ്ഥലമെന്ന് കരുതും. അതായത് സ്ഥൂല ശരീരമാണെന്ന് കരുതും വെള്ളത്തിന്. വെളിച്ചുണ്ടെങ്കിലേ അത് ദ്രാവകമാണെന്നുള്ളത് അറിയുള്ളൂ. ശരിയല്ലേ? മൃന്മയമായ കാചം, മൃന്മയം മണ്ണ്, കാചം എന്ന് പറഞ്ഞാൽ മിന്നുന്നത് മുതലായതിനെ ജലമെന്ന് വിചാരിക്കും. മരക്കുറ്റിയെ മനുഷ്യനാണെന്ന് വിചാരിച്ച് ഭയപ്പെടും. പണ്ടൊക്കെ വിളക്കില്ലാണ്ട് നടന്നിരുന്നു ആൾക്കാർ. ഞാനൊക്കെ എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ പാടൂർ പോയാൽ പഴമ്പാലക്കോട് വരെ നടന്നു പോവും സിനിമ കാണാൻ. പഴയന്നൂർക്ക് നടക്കും, ആലത്തൂർക്ക് നടക്കും. അപ്പോൾ പുഴ താണ്ടണം, ശ്മശാനം താണ്ടണം, പാടം താണ്ടണം. പക്ഷെ അന്ന് ഭയമില്ല. കാരണം എന്താ? കുട്ടികളാ, ബോധമില്ല. അതന്നെ ബോധം ഉണ്ടെങ്കിൽ ഭയം ഉണ്ടാവും. അപ്പോൾ ഇവിടെ മരക്കുറ്റിയെ മനുഷ്യനാണെന്ന് വിചാരിച്ച് ഭയപ്പെടും, കയറിനെ പാമ്പാണെന്ന് കരുതും. ഇതെല്ലാം ഭ്രാന്തിജ്ഞാനത്തിന് ഉദാഹരണങ്ങളാണ്. ഇതുപോലെ യഥാർത്ഥമായ ബ്രഹ്മത്തെ തന്മയമായി കാണാതെ നാമരൂപാത്മകമായിട്ട് കാണുന്നതിനാൽ ജീവലോക സംസ്കൃതിയെ, ജനനമരണ രൂപമായ അവധിയില്ലാത്ത ദുഃഖത്തെ അനുഭവിക്കാൻ ഇടവരുന്നു. ബ്രഹ്മത്തിനെ അറിയാത്തത് കൊണ്ടാണ് ജനന മരണങ്ങൾ ഉണ്ടാവുന്നത്.
ബ്രഹ്മത്തിനെ അറിഞ്ഞാൽ ബ്രഹ്മമായി തീരാൻ പ്രയത്നിക്കാതെകൊണ്ടിരിക്കില്ല നമ്മൾ. അപ്പോൾ ഈശ്വരാരാധന എന്തിനായിരിക്കണം? ഇല്ലാത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഉള്ളതിനെ പ്രാപിക്കാൻ. ഏതാ ഉള്ളത്? ബേസിക്കായിട്ട് എല്ലാവരും ഉള്ളതാരാ? ബ്രഹ്മം. ആ ബ്രഹ്മത്തിനെ പ്രാപിച്ചാൽ നമ്മൾക്ക് ദുഃഖമില്ല. ഇത് അന്ധവിശ്വാസമാണോ ഞാൻ ഈ പറഞ്ഞത്? എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഇത് അന്ധവിശ്വാസമല്ല, ഇതൊരു സയൻസാണ്. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ വേണ്ട. ദർ ഇസ് നോ കണ്ടീഷൻ. ഒരു മതവിഭാഗത്തെ പുഷ്ടിപ്പെടുത്താനല്ല, സത്യത്തെ പുഷ്ടിപ്പെടുത്താനാണ്. സത്യത്തിനെ നമ്മൾ പുഷ്ടിപ്പെടുത്തണമെന്ന് ചോദിക്കും. വേണം. എന്തിന്? നമ്മൾ രക്ഷപ്പെടാൻ. അപ്പോൾ ഈ ദുഃഖം നശിക്കണമെങ്കിൽ ബ്രഹ്മസ്വരൂപമായിട്ട് തന്നെ വ്യഷ്ടിയെയും സമഷ്ടിയെയും കാണണം. മനുഷ്യനെയും ഈ പുറത്തുള്ള സൂര്യനെയും ചന്ദ്രനെയും ഇതര നക്ഷത്രങ്ങളെയും എല്ലാ വസ്തുക്കളെയും ബ്രഹ്മമായിട്ട് കണ്ടാൽ പിന്നെ ബ്രഹ്മഹത്യ എങ്ങനെ ഉണ്ടാവുക? ബ്രഹ്മത്തിനെ ഹനിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ സ്ഥൂലമായ ലോകം ബ്രഹ്മമെന്നുള്ള ഭാവന ദൃഢപ്പെടുമ്പോൾ സൂക്ഷ്മമായ ജ്ഞാനം പ്രകാശിക്കും. പുറത്ത് കാണുന്ന ലോകം ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കിയാൽ ഉള്ളിലുള്ള ബ്രഹ്മം പ്രകാശിക്കും. ആ ജ്ഞാനസ്വരൂപ ബ്രഹ്മത്തിൽ, ആ ജ്ഞാനസ്വരൂപം എന്ന് പറയുന്നത് അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയുള്ള ബ്രഹ്മത്തിൽ, അറിവിൽ സ്ഥൂല പ്രപഞ്ചവും വ്യഷ്ടി ശരീരവും ലയിച്ച് സച്ചിദാനന്ദ ബ്രഹ്മാനുഭവം ഉണ്ടാവും. രണ്ടും ലയിക്കണം. ഏത്? സ്ഥൂലമായിട്ടുള്ള പുറത്തെ സമഷ്ടി ലോകമാകുന്ന ബ്രഹ്മവും വ്യഷ്ടി ബ്രഹ്മവും ഒന്നാവുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അതാണ് സച്ചിദാനന്ദ ബ്രഹ്മാനുഭവം. സത്ത് ചിത്ത് ആനന്ദം ബ്രഹ്മാനുഭവം ഉണ്ടാകും. സച്ചിദാനന്ദ സ്വരം. ഇപ്പോൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ സച്ചിദാനന്ദ ബ്രഹ്മാനുഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്താ? കാണപ്പെടുന്ന പലതരത്തിലുള്ള മരങ്ങൾ, പലതരത്തിലുള്ള ജീവജാലങ്ങൾ, നദികൾ, അതൊക്കെ ഈശ്വരൻ്റെ പൂങ്കാവനമായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്തുണ്ടാവണു? ഭക്തി ഫീൽ ചെയ്യണം. മരത്തിൻ്റെ മുകളിൽ കെട്ടിയിട്ടുള്ള ട്യൂബ്ലൈറ്റിന് ഇത് പ്രപഞ്ചമാണെന്ന് അറിയില്ല. ഈ സച്ചിദാനന്ദ ബ്രഹ്മാനുഭവം എന്നറിയില്ല. അപ്പോൾ അഭിജ്ഞസ്വരാട് ഒരു വാക്കുണ്ട് അതിൽ. സാമാന്യ വിശേഷജ്ഞാനമാണ് ബ്രഹ്മസൂക്ഷ്മസ്വരൂപം. ഈ ബ്രഹ്മസൂക്ഷ്മസ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താ? സാമാന്യ വിശേഷജ്ഞാനം എന്നാണ്. അപ്പോൾ അത് താനേ തന്നെ പ്രകാശിക്കുന്നതാണ്. താനേ തന്നെ പ്രകാശിക്കുക. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ചൈതന്യം അത് ആരും എന്ത് ചെയ്യണില്ല? തിരിനീട്ടണില്ല. അപ്പോൾ അത് താനേ തന്നെ പ്രകാശിക്കുന്നതാണ് എന്ന് കാണിച്ചു. ഇപ്പോൾ സൂര്യൻ താനേ തന്നെ പ്രകാശിക്കുന്നതാണ്. ചന്ദ്രൻ സൂര്യകിരണങ്ങളുടെ ശക്തിവിശേഷത്തിൽ ശോഭ തരുന്നതാണ്. അപ്പോൾ ഈ അനുഭവം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവർ എന്തു ചെയ്യണം എന്ന് പറയണു? സത്യം പരം ധീമഹി. സത്യത്തെ അനുസന്ധാനം ചെയ്യണം. ലോകാതീതവും ത്രികാലത്തിലും നാശമില്ലാത്തതുമായ സർവേശ്വര സ്വരൂപത്തെ നിരന്തരം ധ്യാനിക്കണം. നിരന്തരം, ആൾവേസ്. ഓരോ ശ്വാസനിശ്വാസത്തിലും അർത്ഥം പറയും. അപ്പോൾ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞാൽ ലോകാതീതവും ത്രികാലത്തിലും, നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ സ്വപ്നം കാണുമ്പോഴും സത്യമുണ്ട് അവരവരുടെ ഉള്ളിൽ. പുറമെയുണ്ട് സൂര്യനും ചന്ദ്രനും ഒക്കെ. അപ്പോൾ ഉള്ളിലുള്ള ചൈതന്യത്തിനെ അറിയാതെ കണ്ട് നമ്മളെങ്ങനെ പുറത്തുള്ള ചൈതന്യത്തിനെ അറിയാം? പുറത്തുള്ള ചൈതന്യത്തിനെ അറിയാൻ സഹായിക്കുന്ന സാധനം ഉള്ളിലുണ്ട്. ഏത് സാധനം? ബ്രഹ്മം. അപ്പോൾ ഇത് അറിയാത്തവർക്കാണ് വിഗ്രഹാരാധന. എന്താ വിഗ്രഹാരാധന?
കൗശലമായിട്ടുള്ള കൊത്തുപണികളാൽ കാണുന്ന ഒരു രൂപം, അല്ലെങ്കിൽ കണ്ണാടി ബിംബം. കണ്ണാടി നോക്കിയാൽ ആരേനെ കാണുക? ആരാണ് കണ്ണാടി നോക്കുന്നത് അവരെ കാണും. അവരാണ് ബ്രഹ്മം, അവരുടെ ഉള്ളിലാണ് ബ്രഹ്മം. ദേവീക്ഷേത്രങ്ങളൊക്കെ കണ്ണാടി ബിംബങ്ങളാണ്. പക്ഷെ അത് പറഞ്ഞു തരാൻ പൂജാരിക്കോ കമ്മിറ്റിക്കാർക്കോ സമയമില്ല, അല്ലെങ്കിൽ അവരതിൽ ആകർഷിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് പോകുന്നവരൊക്കെ ഇമ്പാച്ചിയെന്നും പൂച്ചിയെന്നൊക്കെ പറഞ്ഞിട്ട് പോരും. അപ്പോൾ ലോകാതീതവും ത്രികാലത്തിലും നാശമില്ലാത്തതുമായ സർവേശ്വര സ്വരൂപത്തെ നിരന്തരം ധ്യാനിക്കണം. അതിനൊരു രൂപം കൽപ്പിക്കാരനാണ് കേശാദിപാദം പാദാദികേശം എന്ന് പറഞ്ഞത്. ശ്രീഹരിയുടെ കേശാദിപാദം പാദാദികേശം. അപ്പോൾ സത്യത്തിൽ ഇതെന്താ? നിരാകാരനാണ്. അപ്പോൾ എല്ലാവർക്കും നിരാകാരത്തിൽ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ സ്റ്റാർട്ട് വിത്ത് മാത്രം, തുടക്കത്തിൽ മാത്രമേ വേണ്ടൂ. അപ്പോൾ പറയണു സർവേശ്വര രൂപത്തെ നിരന്തരം ധ്യാനിക്കണം എന്ന മംഗളാചരണത്താൽ ഭഗവാൻ ശ്രീ ബാദാരായണ മുനി, ബാദാരായണ മുനി സുഖബ്രഹ്മ മഹർഷി എന്നർത്ഥം, മുമുക്ഷുക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആര്? മുമുക്ഷുക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവത് പൂജ്യ പാദ ശ്രീധരസ്വാമികളുടെ സാരമായ വ്യാഖ്യാനത്തെ അനുസരിച്ച്, അതായത് ശ്രീധരസ്വാമികൾ ഭഗവത് പൂജ്യപാദ ശ്രീധരസ്വാമികളുടെ സാരമായ, ഒഴിവാക്കാൻ പറ്റാത്തതെന്നർത്ഥം, വ്യാഖ്യാനത്തെ അനുസരിച്ചുള്ള പദാർത്ഥവും സാരവും മുകളിൽ കാണിച്ചു. ഇനി ബാലബോധിനി വ്യാഖ്യാതാവ ശ്രീമദ് ഗിരിധരൻ്റെ വ്യാഖ്യാനം താഴെ കാണിക്കാം. അപ്പോൾ ഓരോ വ്യക്തികളും ഈ ഭഗവാനെ, ബ്രഹ്മത്തിനെ എങ്ങനെയാണ് കാണണത്, അല്ലെങ്കിൽ ബ്രഹ്മത്തിനെ എങ്ങനെ കാണണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിൽ നമ്മൾ എത്രത്തോളം ബോധവാന്മാരാവണം, അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയണത്? ബാലബോധിനി വ്യാഖ്യാതാവായ ശ്രീമദ് ഗിരിധരൻ്റെ വ്യാഖ്യാനമാണ് പറഞ്ഞത്. ഭാരതം മുതലായ അനേകം പ്രബന്ധങ്ങളെ നിർമ്മിച്ചിട്ടും, ഭാരതം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രന്ഥത്തിൻ്റെ പേരാണ്, മഹാഭാരതം. ഭാരതം മുതലായ അനേക പ്രബന്ധങ്ങൾ നിർമ്മിച്ചിട്ടും മനഃശാന്തി സിദ്ധിക്കാതെ വ്യസനിക്കുന്ന ഭഗവാൻ ശ്രീ വേദവ്യാസ മുനി ശ്രീ നാരദ മുനിയുടെ ഉപദേശം സ്വീകരിച്ച് ശ്രീ ഭഗവാന്റെ അവതാര ലീലാവർണ്ണന പ്രധാനമായ ഭാഗവത ശാസ്ത്രം നിർമ്മിപ്പാൻ ആഗ്രഹിച്ചു. ഇത് ശാസ്ത്രഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കാനാണ് നിങ്ങളോട് ഇത്രയും വിശദമായി പറയണത്. ഭാഗവത ശാസ്ത്രമാണ്. ഭഗവാനെപ്പറ്റി പറഞ്ഞതും ഭഗവാനാൽ പറഞ്ഞതും നമ്മൾ അനുശാസിച്ചുകൊണ്ട് ശിക്ഷിച്ചുകൊണ്ട് പഠിക്കണം. അപ്പോൾ നിർമ്മിപ്പാൻ ആഗ്രഹിച്ചു. ലാഭസ്തേഷാം ജയസ്തേഷാം കുതസ്തേഷാം പരാഭവ യേഷാം ഇന്ദീവരശ്യാമോ ഹൃദയസ്ഥോ ജനാർദ്ദന. ജനാർദ്ദനൻ എവിടെയാണ്? ഹൃദയത്തിലാണ്. ഹൃദയസ്ഥോ ജനാർദ്ദന. സർവദാ സർവകാര്യേഷു നാസ്തി തേഷാം അമംഗളം യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗളായതനം ഹരി. ആരുടെ ഹൃദയത്തിൽ നീലത്താമര പോലെ ശ്യാമള നിറം പൂണ്ട ജനാർദ്ദനൻ വസിക്കുന്നുവോ? ഇത് നമുക്ക് മിസ്സായി. ഈ പഠനം 8, 10, 12 വയസ്സിൽ പഠിച്ചിരിക്കണം. അപ്പോൾ ആരുടെ ഹൃദയത്തിൽ നീലത്താമര പോലെ ശ്യാമള നിറം പൂണ്ട ജനാർദ്ദൻ. ശരിക്കും ജനാർദ്ദനൻ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ജനങ്ങളെ മർദ്ദിക്കുന്നവെന്ന. എന്തിനാ ജനങ്ങളെ മർദ്ദിക്കണത് എന്ന് ചോദിച്ചാൽ നേരായ നിലയ്ക്ക് കൊണ്ടുവരാൻ മർദ്ദനം വേണം, ശിക്ഷ വേണം. ശിക്ഷിക്കാണ്ട് നേരാവില്ല. അപ്പോൾ പറഞ്ഞു ശ്യാമള നിറം പൂണ്ട ജനാർദ്ദൻ വസിക്കുന്നുവോ അവർക്ക് തന്നെയാണ് ജയവും ലാഭവും സിദ്ധിക്കുന്നത് എന്ന് പറഞ്ഞെന്താ? ആരാണ് എൻ്റെ ഉള്ളിൽ സാക്ഷാൽ ശ്രീഹരി നിലകൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞ ധാർമ്മികമായ ജീവിത ശൈലി ആക്സെപ്റ്റ് ചെയ്ത് സ്വീകരിച്ച് ജീവിക്കണു, അവരൊക്കെ വിജയിക്കും. എന്നാൽ നമ്മുടെ സഹപ്രവർത്തകരായിക്കോട്ടെ, സഹജീവികളായിട്ട് സഹോദരി സഹോദരന്മാരായിക്കോട്ടെ, അവരുടെ ഉള്ളിൽ ചൈതന്യം ഉണ്ട് എന്നുള്ള അറിവില്ലെങ്കിൽ അവർക്ക് തോൽവിയാണ്, അവർക്ക് വിജയമില്ല.
അപ്പം വിജയിക്കുന്ന ആൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്, തോറ്റു പോകുന്നവരെ വിജയിപ്പിക്കുക എന്നുള്ളത്. ആ വിജയിപ്പിക്കുക എന്നുള്ള പ്രത്യാശ തോറ്റു പോകുന്നവർക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെക്കാൾ ജീവിതത്തിൽ തോറ്റുപോയവരായിട്ട് നമ്മളെ കണക്കാക്കും. ആര് കണക്കാക്കും? അവരവരുടെ ഉള്ളിലുള്ള ചൈതന്യം. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ലോകാസമസ്താസുഖിനോ ഭവന്തു എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ പ്രീതിപ്പെട്ടു. ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും സ്വസ്തി പ്രാപിക്കട്ടെ എന്നാണ് ഈ ലോകാസമസ്താസുഖിനോ ഭവന്തു എന്നുള്ളത്. അതൊരു പ്രത്യേക മതത്തിൻ്റെ അല്ല. കാരണം ആകെ എന്തേ ഉള്ളൂ? സനാതനധർമ്മമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ. ബാക്കി ഉണ്ടായിട്ടുള്ളതൊക്കെ നശിച്ചിട്ടുണ്ട്. ഇപ്പോൾ റോമൻ സാമ്രാജ്യം, അതേപോലെ പലതും. അപ്പോൾ ഞാൻ ഇപ്പോൾ സമീപകാലത്ത് ഒരു പോസ്റ്റ് കണ്ടു. ഒരു വെസ്റ്റേൺ ഫിലാന്ത്രോപ്പിസ്റ്റ്, അദ്ദേഹം എന്താ പറഞ്ഞത്? എല്ലാ മതങ്ങളുടെയും ബേസ് ഏതാ? വേദമാണ്. വേദം എവിടെയുള്ളത്? അറിവ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അബ്രഹാം എന്നുള്ളത് ആ ബ്രാഹ്മിൻ എന്നുള്ളതാണ് അബ്രഹാമായിട്ട് മാറിയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അതായത് ക്രിസ്ത്യാനിറ്റിയുടെ മാതാവ് ഹിന്ദുയിസമാണ്, അല്ലെങ്കിൽ സനാതനധർമ്മമാണ്. അതാണ് സത്യം. സനാതനധർമ്മത്തിലത്തെ നല്ലതും ചീത്തയും എടുത്തിട്ടാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായിട്ടുള്ളത്. അത് പോരാതെ വിചാരിച്ചിട്ടാണ് പിന്നെ ഇസ്ലാം ഉണ്ടായിട്ടുള്ളത്. പ്രവാചകന്മാരൊക്കെ വന്നിട്ടുള്ളത് ഏതിൽ നിന്നാണ്? സനാതനധർമ്മത്തിൽ നിന്നാണ്. അത് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ജയവും ലാഭവും, ജയം ഉണ്ടാവണം, ലാഭം ഉണ്ടാവണം. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള ചൈതന്യത്തിൻ്റെ പ്രഭാവം അറിഞ്ഞ് ജീവിക്കണവർക്ക് മാത്രമേ അതുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ദിക്കിലും അവർക്ക് പരാജയം, അവർക്ക് അപജയം നേരിടുന്നില്ല. അപജയം എന്ന് പറഞ്ഞാൽ തോൽവി. കാരണം എന്താ? സത്യമാണത്. ഏറ്റവും വലിയ സത്യം എന്താ? ഞാൻ ബ്രഹ്മാനുഭൂതി, ഞാൻ ബ്രഹ്മാംശമാണ്, ഞാൻ ബ്രഹ്മം തന്നെ, അഹം ബ്രഹ്മാസ്മി തന്നെ. അപ്പോൾ സർവമംഗളങ്ങളുടെ നിവാസസ്ഥാനമായ ശ്രീഹരി ഹൃദയസ്ഥനായിരിക്കുന്നവർക്ക് ഏതു കാലത്തും ഏത് കാര്യത്തിലും അമംഗളം നേരിടുകയില്ല. കാരണം സാക്ഷാൽ ശ്രീഹരി ഹൃദയമധ്യത്തിൽ നിവസിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കോണ്ടംപ്ലേറ്റ് ചെയ്യുക, ധ്യാനിച്ച് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഏത് വിപരീത സാഹചര്യങ്ങളെയും തരണം ചെയ്യാനുള്ള കരുത്തുണ്ടാവും. ആ കരുത്ത് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യലാണ് ഈ ആഖ്യാനത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ അമംഗളം നേരിടുന്നില്ല എന്നുള്ള പൂർവാചാര്യന്മാരുടെ അഭിപ്രായത്തെ, അതായത് ഋഷീശ്വരന്മാരുടെ അഭിപ്രായത്തെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ശ്രീ ഭാഗവതത്തിൽ പ്രതിപാദിപ്പാൻ പോകുന്ന ഭഗവാനെ തൻ്റെ വന്നിച്ച്, മനസ്സുകൊണ്ടാണ് വന്നിക്കേണ്ടത്. ഭഗവാൻ വ്യാസമുനി ശിഷ്ടാചാരത്തെ അനുസരിച്ച്, ശിഷ്ടാചാരം എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടുന്ന, ഗുരുക്കന്മാരെ സൃഷ്ടിക്കപ്പെടുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ആചരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനെ അനുസരിച്ച് നടക്കണമെന്ന് ശിഷ്യന്മാരെയും ധരിപ്പിക്കുവാൻ ശ്ലോകരൂപേണ മംഗളം ആരംഭിക്കുന്നു. എന്താ മംഗളം ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അതിനാണ് ആദിയിലുണ്ടായ ആകാശത്തിൻ്റെ ഉൽപ്പത്തി യാതൊന്നിൽ ഉണ്ടായോ? ഈ ആകാശത്തിൻ്റെ ഉൽപ്പത്തി മഹത്തത്വത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് തസ്മാദ്വാ ഏതസ്മാത് ആത്മന ആകാശസംഭൂത എന്ന് ഇവിടെ ഒരു പ്രമാണം പറയുന്നുണ്ട്. ഈ ആത്മാവിൽ നിന്ന്, ആ എന്ന് പറഞ്ഞാൽ ദൂരത്തെ കാണിക്കുന്നതും ഈ എന്ന് പറഞ്ഞാൽ അടുപ്പത്തിനെ കാണിക്കുന്നതാണ്. ഇയാൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തുള്ള ആൾ, അയാൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ദൂരത്തുള്ള ആൾ. അപ്പോൾ ആന്നും ഈന്നും പറഞ്ഞാലത്തെ വ്യത്യാസം പ്രമോഷയോ. അപ്പോൾ ഈ ആത്മാവിൽ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന ഈ ആത്മാവിൽ നിന്ന് ആകാശമുണ്ടായി. ആത്മാവിൽ നിന്നാണ് ആകാശം ഉണ്ടായത് എന്നർത്ഥമായ ശ്രുതി ഇവിടെ പ്രമാണം.
ജന്മാതിശയത, ജന്മ ആദിശയത എന്ന 3 പദമായിട്ട് മേൽ കാണിച്ച വിധം ആദ്യ സൃഷ്ടി ആകാശം എന്ന് പറഞ്ഞത്. ആദ്യത്തെ സൃഷ്ടി എന്താ? ആകാശം. അസ്യ ജന്മാദിയത എന്ന പദച്ഛേദം ചെയ്യുന്നതിനും വിരോധമില്ല. അപ്പോൾ അസ്യ എന്നതിന് പ്രത്യക്ഷം മുതലായ പ്രമാണങ്ങളാൽ കാണപ്പെടുന്ന ഇതിൻ്റെ അനന്തകോടി ബ്രഹ്മാണ്ടത്തിൻ്റെ, ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അനന്തകോടി ബ്രഹ്മാണ്ടത്തിൻ്റെ ഉൽപ്പത്തി മുതലായത്, നിലനിൽപ്പ്, നാശം എന്നിവ യാതൊരു ബ്രഹ്മത്തിൽ നിന്നാകുന്നുവോ. അപ്പോൾ ഉൽപ്പത്തിയും പരിപാലനവും നാശവും എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ബ്രഹ്മത്തിൽ നിന്നാണ്. ഓരോ വസ്തുക്കൾ എപ്പോൾ നശിക്കണം, ഓരോ ശരീരം എപ്പോൾ നശിക്കണം എന്നുള്ളത് ആരാ തീരുമാനിക്കുന്നത്? ബ്രഹ്മം, അതായത് ഈശ്വരൻ. അതിനെ ഒരു ഡോക്ടർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല. നമുക്ക് തെറ്റിദ്ധാരണയാണ്. ഡോക്ടറെ നിങ്ങൾ കാരണമാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നത്തിങ് ലൈക്ക് ദാറ്റ്. അദ്ദേഹം അതിനൊരു ഇൻസ്ട്രുമെൻ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ പറയണോ, യാതൊന്നിൽ നിന്ന് യാതൊരു ബ്രഹ്മത്തിൽ നിന്നാകുന്നുവോ എന്നർത്ഥമായി. അപ്പോൾ യഥോവ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യൽ പ്രയന്ധ്യാഭിസംവിശന്തി എന്നിങ്ങനെയുള്ള ശ്രുതിവാക്യങ്ങൾ പ്രമാണം. യാതൊന്നിൽ നിന്ന് ഈ കാണപ്പെടുന്ന സകല ചരാചരങ്ങൾ ഉണ്ടായോ? ഈ കാണപ്പെടുന്ന സകല ചരാചരങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്? ബ്രഹ്മത്തിൽ നിന്ന്. ഏതൊന്നിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു? ബ്രഹ്മത്തിനെ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നത്. ഏതൊന്നിൽ പ്രവേശിച്ച് ലയിക്കുന്നുവോ എന്ന് ശ്രുതിവാക്യാർത്ഥം. തം പരം ധീമഹി, ആ പരമോത്കൃഷ്ടനായ ഈശ്വരനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്താണെന്നാ പറയാം, പരം ധീമഹി, തം പരം ധീമഹി അല്ലേ? പരം ധീമഹി എന്ന് പറയാത്ത ആൾക്കാരില്ല, അടിച്ചുവിടും. അതെന്താണെന്ന് അറിയില്ല. പരം ധീമഹി എന്ന് പറഞ്ഞാൽ പരമമായ ഈശ്വരനെ ഞാൻ അനുസന്ധാനം ചെയ്യണു എന്നുള്ളത് മനസ്സിലാക്കില്ല. ഇത് പറഞ്ഞുകൊണ്ട് ക്യൂ നിൽക്കും 4.5 മണിക്കൂർ. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ അല്ലേ, ആ തത്വമസിയുടെ അർത്ഥം മനസ്സിലാക്കിയാൽ പിന്നെ എന്തിനാണ് അവിടെ പോയി നിൽക്കുന്നത്? അപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം, അപ്പോൾ പറഞ്ഞു, ആ പരമോത്കൃഷ്ടനായ ഈശ്വരനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഗ്രന്ഥം നിർമ്മിക്കുന്ന ഭഗവാൻ വ്യാസമുനി കാരുണ്യ നിമിത്തം ഗ്രന്ഥം പഠിക്കുന്നവരെയും കേൾക്കുന്നവരെയും ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങൾ എന്ന ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നു എന്ന് ധരിക്കണം. ഞങ്ങൾ ആ പരമമായ ചൈതന്യത്തിനെ ധ്യാനിക്കണമെന്നാണ് പറഞ്ഞത്. ധ്യാനിക്കാൻ പഠിക്കണം, അപ്പോഴാണ് കാര്യങ്ങൾ നടക്കുള്ളൂ. പൂജിച്ചതുകൊണ്ട് കാര്യമില്ല. ധ്യാനിക്കുമ്പോൾ എന്താ, ഭക്തനും ഭഗവാനും ഭക്തിയും ഒന്നാവുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തിനാ ഒരു ക്ഷേത്രത്തിൽ പോയാൽ 1 മിനിറ്റ് ഇരുന്ന് വരണം എന്ന് പറഞ്ഞത്? ആ ഇരിക്കണത് ആ ചൈതന്യത്തിനെ അനുസന്ധാനം ചെയ്യലാണ്. അപ്പോൾ പറയണു, ആദ്യസ്യ ജന്മയത ഭവതി അസ്യ ജന്മാദിയത ഭവതി എന്ന് 2 വിധത്തിൽ പദച്ഛേദം ചെയ്താലും സിദ്ധിക്കുന്ന വാക്യാർത്ഥത്തിന് വലിയ വ്യത്യാസമില്ല. ആകാശത്തിൻ്റെ ജന്മം എന്ന് പറഞ്ഞതിൽ അനന്തരം ആകാശത്തിൽ നിന്ന് ക്രമത്തിലുണ്ടായ വായുവാദിഭൂതങ്ങളെ, ആകാശത്തിൽ നിന്ന് വായു എന്ന് പറഞ്ഞാൽ കാറ്റ്, ആ കാറ്റിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഭൂമി ഉണ്ടായി എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ചരാചരാത്മക ബ്രഹ്മാണ്ടങ്ങൾ ആരിൽ നിന്നുണ്ടായി? ബ്രഹ്മത്തിൽ നിന്നുണ്ടായി. ആരെ ആശ്രയിച്ച് നിൽക്കുന്നു? ബ്രഹ്മത്തെ ആശ്രയിച്ച് നിൽക്കണു. ആരിൽ ലയിക്കുന്നു? ബ്രഹ്മത്തിൽ ലയിക്കണു. ആ ബ്രഹ്മത്തിനെ പരമേശ്വരൻ എന്ന് പറയും. അല്ലാതെ പരമശിവൻ എന്നുള്ള അർത്ഥത്തിലല്ല, പരമേശ്വരൻ. സൃഷ്ടിസ്ഥിതി സംഹാരകാരണഭൂതനായ സർവേശ്വരനെ. അപ്പോൾ സർവേശ്വരൻ എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം. ആ പരബ്രഹ്മം എങ്ങനെയാണ് പറഞ്ഞത്? സൃഷ്ടിസ്ഥിതി സംഹാരഭൂത, സൃഷ്ടിസ്ഥിതി, സൃഷ്ടിക്കുക, പരിരക്ഷിക്കുക, സംഹരിക്കുക. കാരണഭൂതനായ സർവേശ്വരനെ ഞങ്ങൾ ധ്യാനിക്കുന്നുവെന്നാണ് ശ്ലോകാർത്ഥ സാരാംശം. അപ്പോൾ ഭദ്രകാളി, സുബ്രഹ്മണ്യൻ, ബാക്കിയുള്ളവരൊക്കെ, അയ്യപ്പൻ,
അവരൊന്നും സൃഷ്ടിസ്ഥിതി സംഹാരകാരണ ഭൂതന്മാരല്ല, സർവേശ്വരനല്ല. സർവേശ്വരൻ ഒന്നാണ്, അത് ബ്രഹ്മാണ്, അത് നിരാകാരനാണ്. അതിനെ നിങ്ങൾക്ക് ശിവനെന്ന് വിളിക്കാം, ആദിപരാശക്തി എന്ന് വിളിക്കാം, മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ എന്ന് വിളിക്കാം. അവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് പോകാൻ പാടില്ല. ഈ ഒരു ഭേദം നമ്മൾ മനസ്സിലാക്കണം. സർവേശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ അത് മനസ്സിലാക്കണം. അപ്പം ഞങ്ങൾ ധ്യാനിക്കുന്നുവെന്നാണ് ശ്ലോകാർത്ഥ സാരം. ഇനിമേൽ മറ്റു പദങ്ങളുടെ പ്രയോജനം കാണിപ്പാൻ ശാസ്ത്രരീതിയിൽ പൂർവപക്ഷ സിദ്ധാന്തപക്ഷങ്ങളെ കാണിക്കാം. ശാസ്ത്രരീതിയിലാണിത്. ശാസ്ത്രം അറിയാണ്ട് ശാസ്ത്രത്തിനെ തെറ്റാണെന്ന് പറയരുത്. ഹിന്ദുയിസം മോശമാണ്, അല്ലെങ്കിൽ ഭഗവത്ഗീത മോശമാണ്, ഭാഗവതം മോശമാണ് എന്ന് ഒരു വ്യക്തി പറയുമ്പോൾ ഇതൊരു ശാസ്ത്രഗ്രന്ഥമാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒരു സനാതനധർമ്മിഷ്ഠായിട്ടുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് സാധിക്കണം എന്നുള്ള വിവക്ഷയാണ് ഇവിടെ. അപ്പോൾ ഭഗവാനിൽ നിന്ന് തന്നെയാണ് ലോകമുണ്ടായതെന്ന് വിചാരിപ്പാൻ എന്ത് കാരണം എന്ന ചോദ്യത്തിന് അർത്ഥേഷു അന്വയാത് എന്ന സമാധാനം. അർത്ഥേഷു എന്ന് പറഞ്ഞാൽ കാര്യങ്ങളിൽ ഉപയോഗാർഹങ്ങളായി കാണപ്പെടുന്ന സകല പദാർത്ഥങ്ങളും, അന്വയാത് ചേർച്ച ഹേതുവായിട്ട് എന്നർത്ഥം. എന്തിൻ്റെ ചേർച്ച? സത്തിൻ്റെ ചേർച്ച. എന്തിൻ്റെ ചേർച്ച? സത്ത്. സത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. അപ്പോൾ ഒരു എക്സ്പ്ലെയിൻ ചെയ്യണം. ഘടം ഇരിക്കുന്നു. ഘടം എന്ന് പറഞ്ഞാൽ കുടം. ഘടം ഇരിക്കുന്നു, പടം ഇരിക്കുന്നു, അതുണ്ട് ഇതുണ്ട് എന്നിങ്ങനെ സകല പദാർത്ഥങ്ങളിലും സത്യത്തിൻ്റെ വ്യാപ്തി കാണുന്നുണ്ട് അല്ലേ? ഘടം ഇരിക്കുന്നു, പടം ഇരിക്കുന്നു. ഘടം ഇരിക്കുന്ന സ്ഥലത്ത് പടം ഇരിക്കുമോ? പടം എന്ന് പറഞ്ഞാൽ ചിത്രം. ചിത്രം കുട ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കില്ല, ചുമരയിലേ ഇരിക്കുള്ളൂ അല്ലേ? അപ്പോൾ പടം ഘടം. അപ്പോൾ പടം ഇരിക്കുന്നുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നിങ്ങനെ സകല പദാർത്ഥങ്ങളും സത്യത്തിൻ്റെ വ്യാപ്തി കാണുന്നുണ്ട്. ഉണ്ടെന്നുള്ള വ്യവഹാരം സത്തിനെ ആശ്രയിച്ചല്ലാതെ ഉണ്ടാവാൻ നിവൃത്തിയില്ല. ഉണ്ട് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? എസൻസ് വേണം. ഇല്ല എന്ന് പറയാനും ഉണ്ട് എന്ന് പറയാനും ജീവനുണ്ട്, ജീവനില്ല. മരിച്ചോ? ഇല്ല, മരിച്ചിട്ടില്ല, മരിക്കാൻ പോണു. അപ്പോൾ അതിലേതാ സത്യം? ജീവൻ, പ്രാണൻ, ബ്രഹ്മം. ഇപ്പം മനസ്സിലായോ? ഇതെനിക്ക് എവിടുന്നാ കിട്ടിയതറിയില്ല കേട്ടോ. ഞാനങ്ങനെ ഒഴുക്കിലിങ്ങനെ പറഞ്ഞു, ഞാനല്ല പറഞ്ഞത്. ഈശ്വരൻ പറയിപ്പിക്കണോ സന്ദർഭോചിതമായിട്ട്. അപ്പോൾ അപ്പോൾ പറഞ്ഞു ഉണ്ടെന്നുള്ള വ്യവഹാരം സത്തിനെ ആശ്രയിച്ചല്ലാതെ ഉണ്ടാവാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് സത്യസ്വരൂപം പദാർത്ഥങ്ങൾക്ക് അധിഷ്ഠാനമാണെന്ന് സിദ്ധിക്കുന്നു. പദാർത്ഥങ്ങൾക്ക് അധിഷ്ഠാനമാണ് എന്ന് സിദ്ധിച്ചു. സകലത്തിൻ്റെയും ഉപദാനദ്രവ്യമായിട്ട് സത് അംശം സകലത്തിലും വ്യാപിച്ചിരിക്കുന്നുണ്ട്. വസ്ത്രത്തിന് നൂലും, ഘടാദി പദാർത്ഥങ്ങൾക്ക് മണ്ണും, ആഭരണാദികൾക്ക് സ്വർണവും ഉപദാനദ്രവ്യങ്ങളെന്ന പോലെ ലോകത്തിന് ഉപദാനം സത്താണെന്ന് സാരം. സത്തില്ലാതെ കൊണ്ട് നമ്മൾക്ക് ഇരിക്കാൻ പറ്റില്ല. സത്ത് ഇതരത മറ്റു കാരണത്താലും നിമിത്ത കാരണം ഹേതുവായിട്ടും എന്നർത്ഥം. ഇതൊക്കെ സംസ്കൃതത്തിൻ്റെ ഒരു ഇതാണ്. ആഭരണാദി പദാർത്ഥങ്ങൾക്കെല്ലാം രണ്ട് കാരണങ്ങളുണ്ട്. ഉണ്ടാക്കാനുള്ള സ്വർണ്ണാദി സാധനങ്ങളും ഉണ്ടാക്കാൻ അറിവുള്ള തട്ടാൻ മുതലായവരും. സ്വർണ്ണം ഉണ്ടെങ്കിൽ സ്വർണ്ണം ഉണ്ടായതുകൊണ്ട് ആഭരണമില്ല. സ്വർണം കയ്യിലുള്ള ആൾക്ക് ആഭരണം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അതിനാര് വേണം? സ്വർണ്ണപ്പണി അറിയുന്ന ആൾ വേണം. അതിനാണ് തട്ടാന്മാരെ എന്ന് പറയാം. അപ്പോൾ ഉപദാന കാരണം സ്വർണ്ണദ്രവ്യങ്ങളെ, നിമിത്ത കാരണം തട്ടാൻ മുതലായ പണിക്കാർ. ഇതുപോലെ ലോകത്തിനും രണ്ട് കാരണങ്ങൾ വേണം. അതേതാ? അത് രണ്ടും സത്യം തന്നെ. സത്യസ്വരൂപനായ ഈശ്വരൻ ഒരുവൻ തന്നെ. ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി എന്ന 5 ഭൂതങ്ങളല്ലേ ഉപദാനദ്രവ്യങ്ങൾ. എങ്ങനെ ഈശ്വരനെന്ന് പറയുന്നു എന്ന് ശങ്കിക്കേണ്ട. ഭൂതങ്ങളുടെ ഉത്പത്തി ഈശ്വരസ്വരൂപമായ സത്തിൽ നിന്നാണ്. ഭൂതങ്ങളുടെ ഉൽപ്പത്തി. നമ്മളൊക്കെ ഭൂതങ്ങളാണ്.
ഈ ഭൂതങ്ങളുടെ ഉൽപ്പത്തി ഈശ്വരനിൽ നിന്നാണ്. അവ നിൽക്കുന്നതും സത്തിനെ ആശ്രയിച്ചാണ്. നമ്മൾ നിൽക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും ശരീരം വടി പോലെ കിടക്കും. അതിനെ നീച്ചിരിക്കാൻ പറ്റുമോ? എന്താ കാരണം? അതിൽ സത്തില്ല, ശവേ ഉള്ളൂ. ഇതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ അവ നിൽക്കുന്നതും സത്തിനെ ആശ്രയിച്ചാണ്, ലയിക്കുന്നതും സത്തിൽ തന്നെ. കാരണം എന്താ? മണ്ണിലാണ് ലയിക്കുന്നത്. മണ്ണെന്താ? സത്താണ്. പഞ്ചഭൂതങ്ങൾ ആരുടെ സൃഷ്ടിയാണ്? ഭഗവാന്റെ സൃഷ്ടിയാണ്. അപ്പോൾ ഭൂതകാരണമായ സത്തിൻ്റെ അംശം കാര്യങ്ങളായി കാണപ്പെടുന്ന ഭൂതങ്ങളിലുള്ളത് കൊണ്ട് സത്ത് തന്നെ ലോകത്തിൻ്റെ ഉപദാനദ്രവ്യം എന്നതിൽ സംശയത്തിന് അവകാശമില്ല. മനസ്സുകൊണ്ട് ചിന്തിപ്പാൻ പോലും കഴിയാത്ത വിധത്തിൽ ആശ്ചര്യമായി കാണപ്പെടുന്ന സൂര്യാദി തേജോഗോളങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളെ എന്ന് പറയുന്ന സ്വയം പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ചൈതന്യങ്ങൾ ആശ്ചര്യത്തോടു കൂടിയിട്ടേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദേവാദി ദിവ്യ ശരീരങ്ങൾ, കോടി കോടി പക്ഷിമൃഗാദി ഭേദങ്ങൾ, ഇവയെല്ലാം അടങ്ങിയ ബ്രഹ്മാണ്ടത്തെ നിർമ്മിക്കണമെങ്കിൽ ആ നിർമ്മാതാവ് ഏതു വിരക്കാരനായിരിക്കണം? ആശ്ചര്യം കൂറുന്നൊരു ചോദ്യമാണതല്ലേ. അപ്പോൾ സാമാന്യജ്ഞാനം മതിയാകുമോ എന്ന ശങ്കയെ തീർക്കുവാൻ അഭിജ്ഞ, സർവജ്ഞൻ, ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിരക്ഷിച്ച് ലയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നിമിത്ത കാരണമായ ആ ബ്രഹ്മജ്യോതിസ് ആരാണ്? സർവജ്ഞൻ. അപ്പോൾ നമ്മൾ ആരേനെയാണ് ഭജിക്കേണ്ടത്? സർവജ്ഞനെ. കാരണം അദ്ദേഹം സർവവ്യാപിയാണ്. നമ്മൾ ഭൂലോകത്തിൽ എവിടെ ഇരുന്ന് ഭജിച്ചാലും ഈശ്വരൻ വിളി കേൾക്കും. അപ്പോൾ അഭിജ്ഞ എന്ന് പറഞ്ഞ സർവജ്ഞൻ എന്ന് വിശേഷണം. ഈശ്വരൻ സർവജ്ഞനാകുന്നു. എല്ലാം അറിയുന്നവന് മാത്രമല്ലാതെ ഈ വിചിത്ര ലോകരചന സാധ്യമല്ല. എല്ലാം അറിയുന്ന ഒരാൾക്ക് ഈ വിചിത്രമായ ലോകരചന പറ്റുള്ളൂ. സാമാന്യ വിശേഷജ്ഞാനമുള്ളവൻ സർവജ്ഞൻ. എല്ലാറ്റിൻ്റെയും സാമാന്യജ്ഞാനവും വിശേഷജ്ഞാനവും ഉള്ളവനെ മാത്രമേ സർവജ്ഞൻ എന്ന് പറഞ്ഞുകൂടൂ. അപ്പോൾ എല്ലാവരെയും നമ്മൾ ജഗദ്ഗുരു എന്ന് പറയരുത്. ജഗദ്ഗുരു എല്ലാവരും ജഗദ്ഗുരു അല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ജഗദ്ഗുരു എന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സാമാന്യ വിശേഷജ്ഞാനമുള്ളവർ സർവജ്ഞൻ. എല്ലാറ്റിൻ്റെയും സാമാന്യജ്ഞാനവും വിശേഷജ്ഞാനവും ഉള്ളവനെ മാത്രമേ സർവജ്ഞൻ എന്ന് പറഞ്ഞുകൂടൂ. ഈശ്വരന് മാത്രമല്ലാതെ സർവജ്ഞത മറ്റാർക്കുമില്ല. അതുകൊണ്ടാണ് എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞത്, ബ്രഹ്മശ്രീ എന്ന് വെക്കരുതേ മോനെ എന്ന് എന്നോട് പറഞ്ഞു. എനിക്കതിന് കാതലായ ഒരു നിലപാടുണ്ട്. എൻ്റെ ഗുരുനാഥൻ എനിക്ക് ഉപദേശിച്ച നിലപാട് വെച്ചിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മശ്രീ എന്ന് പറയാൻ ആരെയുള്ളൂ? ശുഖബ്രഹ്മ മഹർഷി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കാശ് കൊടുത്ത അവാർഡ് വാങ്ങണ കൂട്ടത്തിൽ അല്ലേ, എന്തൊക്കെ പേരുകളാണ് നമ്മുടെ ഇടയിലുള്ളത് ആചാര്യന്മാർക്കെന്ന് എനിക്ക് പറയാൻ വയ്യ. പക്ഷേ അവരാരും ഇത്ര ഗൗരവമായിട്ട് ഇതിനെ മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയവർ പദങ്ങൾ പേരിൻ്റെ ഒപ്പം ചേർക്കില്ല. അപ്പോൾ സർവജ്ഞത മറ്റാർക്കുമില്ല, ഈശ്വരന് മാത്രമേ ഉള്ളൂ. അനന്തകോടി വിചിത്ര ബ്രഹ്മാണ്ടങ്ങളുടെ നിമിത്ത ഉപദാന കാരണമായും സത്യജ്ഞാന സ്വരൂപനായും ഇരിക്കുന്ന ഭഗവാൻ ആരാ? സത്യം പരം ധീമഹി, പരമമായ സത്യമാണ് ഈശ്വരൻ. അപ്പം നിമിത്ത ഉപദാന കാരണവും സത്യജ്ഞാന സ്വരൂപനായും ഇരിക്കുന്ന സർവേശ്വരനെ ഞങ്ങൾ ധ്യാനിക്കുന്നുവെന്ന സാരത്തെ ഇവിടെ പൂർവപക്ഷ സിദ്ധാന്തപക്ഷങ്ങൾ ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നു. ഈശ്വരൻ്റെ സർവജ്ഞതയെ ഉറപ്പിക്കുന്നതിന് വേദകർത്താവാണ് ഈശ്വരൻ എന്ന്, വേദത്തിൻ്റെ കർത്താവാണ് ഈശ്വരൻ എന്ന്, തേനേ ബ്രഹ്മഹൃദായ ആദികവയെ എന്ന വിശേഷണത്താൽ ഒന്നുകൂടെ ബലപ്പെടുത്തുന്നു. യാതൊരുവൻ ഹൃദയം കൊണ്ട് സങ്കൽപ്പിച്ചുകൊണ്ട് ബ്രഹ്മാവിന്
വിസ്തരിച്ചു പ്രകാശിപ്പിച്ചു. അവനാണ് സർവജ്ഞൻ. അപ്പോൾ അവിടെ പറഞ്ഞു, യോ ബ്രഹ്മാണം വിദധാതിപൂർവം യോ വൈ വേദാംശ പ്രഹിണോതി തസ്മൈ തം ഹ ദേവമാത്മബുദ്ധിപ്രകാശം മുമുക്ഷുർവൈ ശരണമഹം പ്രപദ്യേ എന്ന പ്രമാണപ്രകാരം യാതൊരുവൻ ആദിയിൽ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു, ബ്രഹ്മാവിന് വേദങ്ങളെയും പ്രകാശിപ്പിച്ചു, എൻ്റെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ ബുദ്ധി ബ്രഹ്മാണോ? അല്ല, ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതാണ് ബ്രഹ്മം. ആ സർവേശ്വരനെ മോക്ഷേച്ഛയുള്ള ഞാൻ. അപ്പോൾ ഭഗവാന്റെ അടുത്ത് ആരായിരിക്കണം ചെല്ലേണ്ടത്? മോക്ഷേച്ഛുവായ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നർത്ഥമായി ശ്രുതി ഇവിടെ പ്രമാണം. സർവജ്ഞാന നിധാനമായ വേദം ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത് സർവേശ്വരനാണെന്ന് സാരം. എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും പരമമായ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നത് ഈശ്വരൻ. എവിടെ ഇരുന്നിട്ട്? അന്തര്യാമിയായി ഇരുന്നിട്ട്. ബ്രഹ്മാവിന് വേദം നൽകിയത് ലോകത്തിൽ ഗുരുശിഷ്യന് നൽകുന്ന സമ്പ്രദായത്തിലല്ല, സങ്കല്പശക്തിയിലാണ് സർവേശ്വരൻ ബ്രഹ്മാവിനെ വേദജ്ഞനാക്കിയതെന്ന് ധരിപ്പിക്കുവാനാണ് ഹൃദ എന്ന പദപ്രയോഗം. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം. അപ്പോൾ ഈ ഒന്നാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രക്ഷയുണ്ട്. അതായത് വേഗം വേഗം പോകാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത എപ്പിസോഡ് 56 നാളെ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.